നമ്മൾ മലയാളികൾക്ക് കപ്പ എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണല്ലേ. അപ്പോൾ ഇന്ന് കുറച്ച് കപ്പ കിട്ടിയിട്ടുണ്ടായിരുന്നു. സാധാരണ ഞങ്ങൾക്കിവിടെ സൺഡേസ് മാത്രമേ കപ്പ കിട്ടാറുള്ളൂ. സൺഡേ എന്ന് പറയുന്നത് ഞാൻ താമസിക്കുന്നത് തിരുപ്പൂരാണ്. തിരുപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം സൺഡേ എന്ന് പറയുന്നത് ഒരു ചന്ത ഡേ ആണ്, മാർക്കറ്റ് ദിവസമാണ് സൺഡേ. കാരണം ഇവിടെ ബനിയൻ കമ്പനീസൊക്കെ നിറയെ ഉള്ളത് കൊണ്ട് ഈ ഹോസ്റ്റലിലും പിന്നെ ഈ വീട്ടിലും ഒക്കെ നിൽക്കുന്നവർ, പിന്നെ ഡെയിലി ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഈ സൺഡേ എന്ന് പറഞ്ഞ ആകുമ്പോഴത്തേനും എന്താ പറയുക, സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സൺഡേ മാത്രമാണ് അവർ പുറത്തോട്ട് ഇറങ്ങാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ മുൻനിർത്തിയിട്ടാണ് ഈ സാധാരണ ഈ ഓരോ കച്ചവടക്കാരൊക്കെ എന്താ പറയുക, ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വിൽക്കാനൊക്കെ കൊണ്ടുവന്ന് വയ്ക്കുക. നോർമലി നമ്മൾ വർക്കിംഗ് ഡേയ്സിനേക്കാളും കുറച്ചധികം കൂട്ടം കൂടുന്നത് ഈ സൺഡേ ദിവസങ്ങളിലാണ്. അതായത് ഈ റോഡ് സൈഡിലൊക്കെ വഴിയോര കച്ചവടക്കാർ ഒരുപാട് പേരുണ്ടാവും. ഈ കൂറ് വെച്ച് ഓരോ സാധനങ്ങൾ വിൽക്കുന്നത്, പിന്നെ ചിക്കൻ കട, അതേപോലെ ഫിഷ്, ഇതൊക്കെ ആണെങ്കിൽ സൺഡേ ആണ് അധികം നമുക്ക് കിട്ടാറുള്ളത്. കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടണമെങ്കിൽ സൺഡേ ആവണം. പിന്നെ നോർമൽ വലിയ ഷോപ്പൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ ഒരു സാധാരണക്കാർക്കുള്ള എന്താ പറയുക, കുറച്ച് വില കുറച്ചൊക്കെ വാങ്ങിക്കാൻ പറ്റിയ ഒരു ദിവസം എന്ന് പറയുന്നത് സൺഡേ ആണ്. ഈ ഓരോ സാധനങ്ങൾ കൂറ് വെച്ച് വാങ്ങിക്കുന്നതും പിന്നെ ഈ ആൾക്കാരുടെയൊക്കെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ നടക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു ഫീലാണ്. പ്രത്യേകിച്ച് ഹിന്ദിക്കാർ, അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ ഒരുപാടുള്ളതാണ് ഇവിടെ കേട്ടോ തിരുപ്പൂർ. കാരണം എന്ന് വെച്ചാൽ തിരുപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ബനിയൻ എന്താ പറയുക, എക്സ്പോർട്ട് അങ്ങനെയൊക്കെ ഉള്ളത് ഇവിടെ അധികം കൂടുതലാണ്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് കപ്പ കിട്ടിയിട്ടുള്ളത് കൊണ്ട്, പിന്നെ ഇന്ന് സൺഡേ ഒരു ദിവസം ആയതുകൊണ്ട് രാവിലെ കുറച്ച് വീട്ടിലെ പണികളൊക്കെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെയിലൊക്കെ വെച്ചെടുക്കേണ്ട ഒരു ഇതുണ്ടായിരുന്നതുകൊണ്ട് രാവിലെ ഫുഡൊന്നും ഉണ്ടാക്കിയിരുന്നില്ല. അപ്പോൾ ഉച്ചയ്ക്ക് വന്നിട്ട് ഹസ്ബൻഡ് ബായിക്കടയിൽ നിന്ന് ബിരിയാണി മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചു. അപ്പോൾ വരുമ്പോഴാണ് ഈ കപ്പ മേടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ കുറച്ച് വൈകിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വേവിച്ച് വെച്ചിട്ട്, പിന്നെ ബാക്കി അടുത്ത ദിവസം ജോലിക്ക് പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകാമെന്നുള്ള ഒരു ഐഡിയക്ക് ക്ലീൻ ചെയ്ത് വെക്കാമെന്നുള്ള ഒരു ഐഡിയയിലാണ് കേട്ടോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, കപ്പ എന്നുള്ളത് ഒരു നൊസ്സും കൂടെയാണല്ലേ. കപ്പ കിട്ടിയാൽ നമ്മളിങ്ങനെ വിടാറില്ലല്ലോ. പിന്നെ നാട്ടിലത്തെ പോലെ നമുക്ക് ഡെയിലി ഇവിടെ കിട്ടത്തുമില്ല, അതൊരു വിഷമം മാത്രമേ ഉള്ളൂ. പിന്നെ അതുകൊണ്ട് ഒരു കപ്പ വാങ്ങിക്കൊണ്ടുവന്ന കവറിൽ തന്നെ അത് ക്ലീൻ ചെയ്ത് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ളത് ഞാനെടുത്ത് മാറ്റി വെച്ചിരുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ പുറത്ത് വെച്ചിരുന്നപ്പോൾ വെയിലിൻ്റെ എന്താ പറയുക, ചൂട് കുറച്ച് കൂടിയതുകൊണ്ട് നമുക്ക് വെളിയിൽ അങ്ങനെ വെച്ചേക്കാൻ പറ്റില്ല. അടുത്ത ദിവസം രാവിലെ നോക്കുമ്പോഴത്തേനും നല്ല അത്യാവശ്യം നന്നായിട്ട് കറുപ്പടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഇതുപോലെ എടുത്ത് കഴുകി ക്ലീൻ ചെയ്ത് കഴുകുന്നതും ക്ലീൻ ചെയ്യുന്നതും ഒന്ന് തന്നെയാണ്. ക്ലീൻ ചെയ്ത് ഇതേപോലെ കവറിൽ കെട്ടി ഒരു പ്ലാസ്റ്റിക് ഡപ്പയിൽ വെച്ച് ഞാനെടുത്തത് ഫ്രിഡ്ജിൽ വയ്ക്കും അടുത്ത ദിവസത്തേക്ക് വേണ്ടിയിട്ട്. സാധാരണ കപ്പ മേടിക്കുമ്പോൾ ഞാൻ 2 ദിവസം കണക്കാക്കി ഇങ്ങനെ ചെയ്യാറുള്ളത്. അതാണിപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇനി വൈകിട്ടത്തേക്ക് ചായ കുടിക്കാനുള്ള കപ്പ വേവിക്കാനുള്ള പരിപാടിയാണ്. അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചു. കുറച്ച് ഉപ്പും കൂടെ ഇടണം. പക്ഷേ വെള്ളം തിളയ്ക്കാത്തതുകൊണ്ട് ഉപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഉപ്പും കൂടെ ഇട്ട് നമുക്ക് ആ കപ്പയൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. പിന്നെ ഇത് അധികം വേഗമൊന്നുമില്ലാത്ത കപ്പയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ കപ്പ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ലേഡീസൊക്കെ പോകുമ്പോഴത്തേനും നമ്മൾ എടുത്ത് കയ്യിലൊക്കെ നോക്കി നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ നോക്കി വയ്ക്കാമല്ലോ. പക്ഷേ ജെൻസൊക്കെ പോകുന്ന സമയത്ത്, നോർമൽ എല്ലാ ജെൻസിൻ്റെ കാര്യമല്ല, ചില ആൾക്കാരുടെ കാര്യം പറയണതാണ്, നോക്കി മേടിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ തരുന്നത് വാങ്ങിക്കൊണ്ട് പോകുന്നതുകൊണ്ടോ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ചില ആൾക്കാർ പോകുമ്പോഴത്തേനും കടക്കാരൻ തന്നെ എടുത്തു കൊടുക്കും. അത് ഒരു പ്രാവശ്യം എനിക്ക് 1-2 തവണ എനിക്കിതേപോലെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഹസ്ബൻഡിനെ കപ്പ വാങ്ങിക്കാൻ പറഞ്ഞു വിട്ടത് 2-3 കപ്പയൊക്കെ ചീത്തയായി പോയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം
വീട്ടിൽ 2 ചാട്ടം ചാടിയപ്പോഴത്തേനും പിന്നെ കപ്പ വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം നോക്കി തന്നെയാണ് വാങ്ങിക്കൊണ്ട് വരാറുള്ളത്, ശ്രദ്ധിക്കില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. കാരണം ലേഡീസ് പോകുമ്പോൾ നമ്മളെ നോക്കിയൊക്കെ എടുത്തും. പക്ഷെ നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്ന കടക്കാരായാലും ചില സമയത്ത് നമ്മൾ സാധാരണ ഒരു പഴഞ്ചൊല്ല് പറയാറുണ്ട്, ടേസ്റ്റ് ചെയ്തെടുത്തുകൊണ്ട് പോകുമെന്നൊക്കെ. അതുപോലെ നമുക്ക് സംഭവിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കപ്പയ്ക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കൊഴിയാള മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൻകാരൻ രാവിലെ വന്നപ്പോൾ കൊഴിയാള മീൻ കൊണ്ടുവന്നു. കൊഴിയാളെന്ന് ഇവിടെ അധികം പേർക്ക് ആർക്കും അങ്ങനെ കൊഴിയാളെന്ന് അറിയില്ല. നമ്മുടെ വലിയ കണ്ണുള്ള മീനാണ് കേട്ടോ. നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ കൊഴിയാള എന്നാണ് പറയുക. ഇവിടെ അതിന് തമിഴ്നാട്ടിൽ ഇവിടെയൊക്കെ അതിന് അയല മീൻ വലുതെന്നൊക്കെയാണ് പറയുക. അപ്പോൾ ഞാനൊക്കെ തിരുത്തി പറയും, ചേട്ടാ കടപ്പുറത്തിൻ്റെ അവിടെ നിന്നൊക്കെ വന്ന് ഞങ്ങളെ കൊണ്ട് ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേന്ന്. അപ്പോൾ മീനിന് വേണ്ടിയിട്ട് അരപ്പരയ്ക്കാൻ വേണ്ടി കുറച്ച് തേങ്ങ, ഒരു 1.5 സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി കൂടെ ഇട്ട്, 2 സ്പൂൺ ഇല്ല കേട്ടോ, ഒരു 1.25 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/4 സ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ഇട്ട്, പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒരു ചെറിയ ഉള്ളി അതുകൂടെ അരിഞ്ഞ് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഞാൻ ആദ്യം എന്താ വെള്ളം ഒഴിച്ചതെന്ന് വെച്ചാൽ ഈ പൊടി ഐറ്റംസ് ചിലപ്പോൾ മിക്സിയുടെ അടിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ബാക്കി ഐറ്റംസൊക്കെ ഇട്ട കേട്ടോ. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു സൈഡിൽ നമ്മുടെ കപ്പയും നല്ലോണം വേകുന്നുണ്ട്. പിന്നെ എനിക്ക് പുളി കുറച്ച് മതിയേ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് പുളി എടുത്തിട്ടുള്ളൂ. അത് എന്താണെന്നറിയില്ല, എനിക്ക് ഇപ്പോൾ പുളി അധികം ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ കപ്പ നല്ലോണം വെന്തിട്ടുണ്ട്. അടുത്തൊരു പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ കപ്പ ഊറ്റിയെടുക്കാം. ഇത് വെള്ളം കുറച്ച് കൂടുതലായതുകൊണ്ട് എന്താ പറയുക, വാലാൻ വയ്ക്കുമ്പോഴത്തേനും കയ്യിൽ കൂടെ മറിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ കണ്ണാപ്പ എന്ന് പറയില്ലേ, അത് വെച്ചിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. കപ്പ വെന്തത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കപ്പയുടെ പരിപാടി കഴിഞ്ഞു. കപ്പ വെന്തിട്ടുണ്ട്. നമുക്കിത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. കാരണം എപ്പോഴും കിട്ടാത്തതുകൊണ്ട്. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാൻ കാരണം വെച്ചാൽ വല്ലപ്പോഴും ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ പോയി മേടിക്കണമല്ലോ, അതുകൊണ്ട് പറയണം കേട്ടോ. അപ്പോൾ കപ്പ റെഡിയായിട്ടുണ്ട്. അപ്പോൾ അടുത്ത് മീൻ വയ്ക്കാൻ മീൻചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. മീൻചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്, തീ കത്തിച്ചിട്ടില്ല. അപ്പോൾ ഈ അരപ്പൊക്കെ ഒന്ന് അരച്ച് വെച്ച ഈ തേങ്ങ അരപ്പ ചട്ടിക്കകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമൊക്കെ മീൻ കറി വയ്ക്കുമ്പോൾ തക്കാളി ഇടുമായിരുന്നു. തക്കാളി ഇട്ട് കറി വെച്ച് അടുത്ത ദിവസം ആകുമ്പോഴത്തേനും ഒരു ചളിപ്പായിട്ട് വരും. ചൂടാക്കി വെച്ചാൽ ചളിച്ചു പോകുന്ന പോലെ തോന്നും. അപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞു, നീ അങ്ങനെ ഇനി തക്കാളി ഇട്ട് ചെയ്യരുത്. മീൻ കറി വയ്ക്കുമ്പോൾ തക്കാളി ചേർക്കണ്ട, പുളി മാത്രം ചേർത്താൽ മതി. അതാകുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ചീത്തയായി പോവില്ല. പിന്നെ എൻ്റെ കൈക്ക് ഒരു പുളിത്തന്മ കുറച്ച് കൂടുതലുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. ഞാൻ എന്ത് ചെയ്താലും പെട്ടെന്ന് പുളിക്കും. അപ്പോൾ മോര് എന്താ പറയുക, തൈരിന് ഉറ വെച്ചാലും മാവാട്ടി വെച്ചാലും ഒക്കെ എൻ്റെ കൈക്ക് പെട്ടെന്ന് പുളിക്കും കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ പുളി കുറച്ച് പുളിയേ ഉള്ളൂ, പുളി പിഴിഞ്ഞ് അതും കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു സ്പൂൺ വെച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പുളിയും ഉപ്പും ഒക്കെ കൂടെ ഒന്ന് സെറ്റാകട്ടെ. ഞാൻ എപ്പോഴും മീൻ കഷ്ണം തിള വന്നതിന് ശേഷം മാത്രമേ മീൻ കഷ്ണം ഇടാറുള്ളൂ. അതെല്ലാവരും അങ്ങനെ ആയിരിക്കും. നാട്ടിലൊക്കെ ആണെങ്കിൽ മീനും കൂടെ അതിൽ കൂടെ ചേർത്ത് നമ്മൾ എന്താ പറയുക, വിറക് അടുപ്പിൽ ചെയ്യുന്നതുകൊണ്ട് അത് മീൻ കൂടെ ചേർത്ത് അരപ്പിൻ്റെ കൂടെ അങ്ങ് എന്താ പറയുക വേവിക്കാനായിട്ട് വയ്ക്കും. ഇപ്പോൾ 2 പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം. പച്ചമുളക് മുരിങ്ങയ്ക്ക കിട്ടിയിരുന്നെങ്കിൽ മുരിങ്ങയ്ക്ക ഇടുമായിരുന്നു ഞാൻ. മുരിങ്ങയ്ക്ക കിട്ടിയിട്ടല്ല, നല്ല ചെറിയ മുരിങ്ങയ്ക്കയ്ക്ക് നല്ല വിലയാണ്. അപ്പോൾ അതിൻ്റെ സീസൺ പൂവിട്ട് തുടങ്ങിയിട്ടൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കുറച്ച് വില കൂടുതലൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി എന്താ പറയുക, മൂടി വെച്ച് ഒന്ന് വേവിക്കാം. സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ മീൻ ഈ അരപ്പൊന്ന് തിളച്ചതിന് ശേഷം മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ സാധാരണ നോർമലായിട്ട് ഇങ്ങനെ വയ്ക്കാറുള്ളത്. മീൻ തേങ്ങ അരച്ചാൽ അധികം വയ്ക്കാറുള്ളത്. ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. ആ ഉപ്പൊന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് ആ തിള വരുന്ന സമയത്ത് മീനിൻ്റെ കഷ്ണങ്ങൾ വറുക്കിയിട്ട് കൊടുക്കാം.
ഇതാകുമ്പോൾ കപ്പയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ചൂട് കപ്പയും ചൂട് മീൻകറിയും കൂടെ കഴിക്കുമ്പോഴത്തേനും നല്ല ടേസ്റ്റായിരിക്കും. അതിൻ്റെ കൂടെ നല്ല ചൂട് കട്ടൻ കാപ്പി കൂടെ ആകുമ്പോഴത്തേനും ആഹാ അന്തസ്സെന്ന് അറിയില്ലേ. അപ്പോൾ അരപ്പ് തിളയ്ക്കാൻ മൂടി വെച്ചിട്ടുണ്ട്. ഇത് അരപ്പ് തിളച്ച് തുടങ്ങി കേട്ടോ. ഇനി മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അതിന് മുമ്പ് ഒന്ന് ചുറ്റി വയ്ക്കാം കേട്ടോ. പക്ഷേ തീ കുറച്ച് കൂടുതലായതുകൊണ്ട് നല്ല ചൂടുണ്ട്. പിന്നെ ഈ ചട്ടി പിടിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് ഞാൻ ഇവിടുന്ന് പാലക്കാട് നിന്ന് വാങ്ങിച്ച ചട്ടിയാണ് കേട്ടോ. ഈ ചട്ടിക്ക് പിന്നിലൊരു ചെറിയൊരു കഥ പറഞ്ഞു തരാവേ. ഈ ചട്ടി കറുത്ത ചട്ടി എന്നും പറഞ്ഞ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്ര 250 സംതിങ് എന്തോ ആയിരുന്നു. പാലക്കാട് എന്നാണ് മേടിച്ചത്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ് കറുത്ത മണ്ണിൽ ചെയ്തതാണ് നല്ല ചട്ടി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ വാഷ് ചെയ്തപ്പോൾ ഈ കറുപ്പെല്ലാം പോയി കേട്ടോ. ഈ ചെറിയൊരു ചുമപ്പും കൂടെ ഉണ്ട് കേട്ടോ. മനുഷ്യരെ പറ്റിക്കുന്ന കാര്യം പറയണതാണ് കേട്ടോ ഞാൻ. അപ്പോൾ മീനിൻ്റെ കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ മീൻ സാധാരണ ഞാൻ തന്നെയാണ് കണ്ടിച്ചെടുക്കാറുള്ളത്. മീൻകാരനെ വിട്ട് ഞാൻ കണ്ടിക്കാൻ നിൽക്കാറില്ല. എടുത്തു കഴിഞ്ഞാൽ ഒരു മീനിൽ മുക്കാലും ഒരു വേസ്റ്റിൽ കളയും. അപ്പോൾ മീനൊക്കെ നല്ല തിളച്ചിട്ടുണ്ട്. പിന്നെ 4 കഷ്ണം മീനേ ഇട്ടിട്ടുള്ളൂ. 2 വലിയ മീനിൽ രണ്ടായിട്ട് കട്ട് ചെയ്ത് 4 കഷ്ണം മീനേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അത് മതി. അരപ്പൊക്കെ ഒന്ന് നല്ലോണം കുറുകിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ താളിക്കില്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ ഇത്രയും വെച്ചിട്ട് ഞാൻ പിന്നെ അടുപ്പ് ഓഫ് ചെയ്തിടുക ചെയ്യാറുള്ളത്. ചട്ടിയുടെ ചൂടുള്ളതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളം നമുക്ക് വറ്റി കിട്ടും. അപ്പോൾ പിന്നെ ഇപ്പോഴാണ് ഞാൻ ജസ്റ്റ് ഒന്ന് താളിക്കാനൊക്കെ തുടങ്ങിയത്. മുമ്പ് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ കാരണം വീട്ടിലൊന്നും അമ്മയൊന്നും അങ്ങനെ മീനിൽ താളിച്ച് ചേർക്കണം കണ്ടിട്ടില്ല. അപ്പോൾ അടുത്തൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിരുന്നതിന് മുമ്പേ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. അതുകൊണ്ട് ഉള്ളി കുറച്ച് പതുക്കെ കേട്ടോ ചൂടായി വരുന്നത്. അതിനകത്ത് കുറച്ച് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. കടുകൊന്നും ചേർക്കില്ല ഞാൻ. ഇതുപോലെ ചെറിയ ഉള്ളി നല്ല വട്ടത്തിന് നൈസായിട്ട് അരിഞ്ഞിട്ട് അതൊന്ന് മൂത്ത് വരണം. പിന്നെ ചിലവരൊക്കെ മുളകൊക്കെ വറ്റൽ മുളകൊക്കെ ചേർക്കാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പക്ഷെ അതൊന്നും ഇടാറില്ല കേട്ടോ. ഉള്ളിയും കറിവേപ്പിലയും മാത്രമേ ഇടാറുള്ളൂ. അപ്പോൾ നല്ലപോലെ ഉള്ളി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനെ അങ്ങോട്ട് പകർത്തി ഒഴിക്കാം മീൻ ചട്ടിയിലോട്ട്. മീൻ ചട്ടിയിൽ കാണുമ്പോൾ തന്നെ എന്തോ കൊതി വരുന്നു എനിക്ക്. പെട്ടെന്ന് കഴിക്കണം കപ്പയും മീനും കൂടെ. അപ്പോൾ മീനും താളിച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ മീനിലോട്ട്. അങ്ങനെ നമ്മുടെ മീൻ കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വൈകിട്ട് കഴിക്കാൻ കട്ടൻ ചായ ഉണ്ടാക്കിയില്ല. കുറച്ച് മുളക് ഉള്ളിയും കൂടെ ഉടച്ചെടുത്തിട്ടുണ്ട് കപ്പയ്ക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി പോയി കഴിക്കട്ടെ. കഴിച്ചതിന് ശേഷം എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് പറയണമല്ലോ. അങ്ങനെ പുറത്ത് വന്നിരുന്നാൽ ഞാൻ കഴിക്കുന്ന കേട്ടോ. നല്ല മീനിൻ്റെ തലഭാഗത്തു നിന്നുള്ള ചത പിച്ചെടുത്തിട്ടുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല ചൂട്. ഒരു കഷ്ണം ഇങ്ങനെ പിച്ചെടുത്ത് കപ്പയുടെ പുറത്ത് വെച്ചിട്ട് പിന്നെ കുറച്ച് ഇഞ്ചി പച്ചമുളകും വെളിച്ചെണ്ണയും ചെറിയ ഉള്ളിയും കൂടെ ഇടിച്ചതും കൂടെ ഉപ്പും ചേർത്തിടിച്ചതും കൂടി ഇട്ട് വായിക്കാത്തങ്ങടെ വെക്കണം. ആഹാ എന്നാ